മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് വി.എസ്. ഉള്ളത്. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് വി.എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. അനാരോഗ്യത്തെ തുടർന്ന് 6 വർഷത്തിലേറെയായി പൂർണ്ണ വിശ്രമത്തിലായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, പ്രായം എന്നതൊരു വലിയ ഘടകം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സ്റ്റേബിളായി തുടരാൻ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആശുപത്രിയിൽ നിന്ന് ഇന്നത്തെ വിവരങ്ങൾ എപ്പോൾ അറിയാൻ കഴിയും? മരുന്നുകളോട് നേരിയ തരത്തിലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു ഏറ്റവും ഒടുവിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോഴും ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നേരിയ പുരോഗതി മാത്രം. ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിലും അതുതന്നെയായിരുന്നു വ്യക്തമാക്കിയിരുന്നതെന്ന്. തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ വി.എസ്. അച്യുതാനന്ദൻ തുടരുന്നത്. 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. നമുക്കറിയാം 102 വയസ്സുള്ള ഒരു മുതിർന്ന നേതാവാണ്. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊരു ശാരീരിക ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ചധിക വർഷങ്ങളായി, നേരത്തെ സൂചിപ്പിച്ച പോലെ 5-6 വർഷമായി പൂർണ്ണ വിശ്രമത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളും അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായ ആശുപത്രിയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങാൻ ഇടയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കും എന്ന സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെ വി.എസിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് എത്താൻ അനുവാദം ചോദിച്ചിരുന്നെങ്കിലും കുടുംബം ഇപ്പോൾ അത് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് വി.എസിനെ നേരിൽ കണ്ടിരുന്നു. എന്തായാലും ഇന്ന് ഒരു 10 മണിയോടെ മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയും. ശരി, ഡാനാണ് വി.എസിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.